ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ദിവസം ഒരു ഗുരുവും ശിഷ്യനും രാവിലെ ധ്യാനമൊക്കെ കഴിഞ്ഞ് കടൽക്കരയിലൂടെ നടക്കുകയായിരുന്നു. കടലിനടുത്തെത്തിയപ്പോൾ വെള്ളത്തിൽ പെടാപ്പാടുപെടുന്ന ഒരു ചെറിയ തേളിനെ അവർ കണ്ടു. ഒഴുക്കിൽപ്പെട്ട തേൾ കരയിലേക്ക് വരാൻ ശ്രമിക്കുമ്പോഴെല്ലാം തിരമാലകൾ അതിനെ വീണ്ടും അടിത്തട്ടിലേക്ക് തള്ളിവിടുന്നുണ്ടായിരുന്നു. ഒരു ജീവൻ മരണത്തിൽ പിടയുന്ന ദൃശ്യം കണ്ട കരുണ നിറഞ്ഞ ആ ഗുരു ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. അദ്ദേഹം കൈനീട്ടി ആ തേളിനെ വെള്ളത്തിൽ നിന്ന് ഉയർത്താൻ ശ്രമിച്ചു. എന്നാൽ ഭയത്തിലും അതിൻ്റെ സ്വഭാവത്തിലും കുടുങ്ങിയ ആ ചെറുജീവി ഗുരുവിൻ്റെ വിരലിൽ ആഞ്ഞുകൊത്തി. കടുത്ത വേദനയെ ഗുരു കൈ കുടഞ്ഞു. തേൾ വീണ്ടും തിരമാലകൾക്കിടയിലേക്ക് വീണു. ഗുരു തൻ്റെ കയ്യിലെ വേദനയെ മറികടന്ന് വീണ്ടും കൈനീട്ടി തേളിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ രണ്ടാമതും തേളിൻ്റെ കുത്തേൽക്കേണ്ടി വന്നു. ശിഷ്യന്റെ മുഖത്ത് ആശങ്ക കലർന്നു. കൈ മുഴുവൻ വേദന പടർന്നെങ്കിലും ഗുരുവിൻ്റെ ഹൃദയത്തിന് മാറ്റം വന്നില്ല. മൂന്നാം തവണയും അദ്ദേഹം ശാന്തനായി കൈനീട്ടി. ഈ തവണ വളരെ സൂക്ഷ്മതയോടും കരുതലോടെയും ഗുരു തേളിനെ പിടിച്ച് വെള്ളത്തിൽ നിന്ന് ഉയർത്തി കരയിൽ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചു. ആ ചെറുജീവൻ അങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വളരെയധികം പേടിച്ച ശിഷ്യൻ ഒരു നിമിഷം ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കി അത്ഭുതത്തോടെ ചോദിച്ചു, ഗുരുവേ, അത് നിങ്ങളെ 2 തവണ കുത്തി വേദനിപ്പിച്ചു. വേദനിച്ചിട്ട് നിങ്ങൾ എന്തിനു വീണ്ടും വീണ്ടും അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചു? ഗുരു ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് ശാന്തമായി മറുപടി നൽകി, കുത്തുക എന്നത് തേളിൻ്റെ സ്വഭാവമാണ്, എന്നാൽ സഹായിക്കുക എന്നത് എൻ്റെ സ്വഭാവമാണ്. മറ്റൊരാളുടെ സ്വഭാവം ദോഷകരമാണെന്ന് കരുതി ഞാൻ എൻ്റെ നന്മയെയും കരുണയെയും എന്തിനു മാറ്റണം? ശരിയാണോ? നാം രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും കുത്തി നോവിക്കുക എന്നത് ചിലരുടെ സ്വഭാവമാണ്. കാരണം അതവരുടെ അടിസ്ഥാന സ്വഭാവമാണ്. നമ്മെക്കൊണ്ടത് മാറ്റുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവരുടെ സ്വഭാവം മാറ്റി അവരെ നന്നാക്കാമെന്ന് ചിന്തിച്ച് സമയം കളയുന്നതിനേക്കാൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അവരുടെ കുത്തുനോവിക്കുന്ന ദുഷ്ടതയ്ക്ക് കീഴടങ്ങാതെ നമ്മുടെ അടിസ്ഥാന സ്വഭാവമായ സ്നേഹത്തെ തുടരുക എന്നതാണ്. റോമർ 12:21 ഇങ്ങനെ പറയുന്നു, തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോൾ, ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ, വിഷം ചീറ്റുമ്പോൾ, നമ്മെ ആഞ്ഞുകുത്തി മുറിവേൽപ്പിക്കുമ്പോൾ ഓർക്കേണ്ട ഒന്നുണ്ട്. ചിലരുടെയൊന്നും അടിസ്ഥാന സ്വഭാവത്തെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. അതിനാൽ അവരുടെ ദുഷ്ടതയ്ക്ക് കീഴടങ്ങുക എന്നതല്ല, മറിച്ച് നമ്മുടെ സ്വഭാവത്തിൽ കൂടുതലായി ദൈവിക സ്നേഹം നിറയ്ക്കുക എന്നതാണ് പോംവഴി. കുത്തിനോവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തെ നിറയാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എങ്ങനെ മറക്കും നാഥനെ, സ്വന്ത ജീവനെ ദൈവ കുഞ്ഞാടിന് നന്ദി ചൊല്ലാൻ നാവ് പോരാ. മുൾക്കിരീടവും അടിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനെ, സ്വന്ത ജീവനെ ദൈവ കുഞ്ഞാടിന് നന്ദി ചൊല്ലാൻ നാവ് പോരാ. എന്തു നൽകും പകരമാ തുല്യമാ, ഒന്നുമില്ല നാഥൻ. എന്തു നൽകും പകരമാ തുല്യമാ, ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ.